ജാസ്മിൻ ജാഫറിന്റെ റീൽ ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്തും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ ദർശന നിയന്ത്രണം. ക്ഷേത്രകുളത്തിൽ അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിനെ തുടർന്ന് ആചാരലംഘനം നടന്നതിനാൽ ക്ഷേത്രത്തിൽ ശുദ്ധികർമ്മങ്ങൾ നടക്കുന്നതുമൂലം രാവിലെ 5 മണി മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. പുണ്യാഹ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. ഭക്തജനങ്ങൾ സഹകരിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അഭ്യർത്ഥിച്ചു. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലികളും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് റീൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ജാസ്മിൻ കാൽ കഴുകുന്ന ഭാഗവും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ച ഭാഗവും ഉണ്ടായിരുന്നു. തുടർന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറാണ് പരാതി നൽകിയത്. ടെമ്പിൾ പോലീസിന് നൽകിയ പരാതി പിന്നീട് കോടതിക്ക് കൈമാറുകയായിരുന്നു. നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയതാണ്. പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രാചാരികൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇത് വിവാദമായതോടെ ജാസ്മിൻ റീൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളയുകയും ക്ഷമ പറയുകയും ചെയ്തിരുന്നു. ആരെയും വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അല്ല വീഡിയോ ചിത്രീകരിച്ചതെന്നും അറിവില്ലായ്മ കാരണമാണെന്നും ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നു. തെറ്റിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി കുറിച്ചിരുന്നു. അതേസമയം അഹിന്ദുവായ യുവതി ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു.